Hi friends, welcome to Janz Creation. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റെഡിമെയ്ഡ് ലാച്ചയാണിത്. ലാച്ചയുടെ സെറ്റാണ്, പക്ഷെ അൺസ്റ്റിച്ച്ഡ് ആണ്. വർക്കൊക്കെ ചെയ്ത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള നമ്മളിതിനെ ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. പാഡഡ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്കേർട്ട് ഓൾറെഡി ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു. ആ കുട്ടിയുടെ ബ്രൈഡിൻ്റെ സൈസിലേക്ക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു സ്കേർട്ട്. ഇനി ടോപ്പാണ് ചെയ്യാനുള്ളത്, ക്രോപ്പ് ടോപ്പ് മോഡലിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലൈനിങ്ങും അതിൻ്റെ ടോപ്പും വരുന്നത്. ഓക്കെ, സ്കേർട്ട് പോർഷൻ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ പടിയൊക്കെ റെഡിയാക്കി. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ, സോറി. അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യാം. ഇത് ഞാൻ ഫുള്ള് എങ്ങനെയായിരിക്കുന്നതെന്ന് ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്ലീവിൻ്റെ പോർഷനും ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് ബ്രൈഡിന് ഇത് വളരെ വലിയ ഒരു നെക്കൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു കുട്ടിയുടെ സൈസിലേക്ക് നമ്മൾ ചെയ്യാണ്. എന്നിട്ടത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് മോഡലാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് പാഡഡ് മോഡലിലാണ് ചെയ്യുന്നത്. പാഡ് നമുക്ക് ഇതുപോലെ പാഡ് മേടിക്കാൻ കിട്ടും. പല സൈസിലുണ്ട്. ഇതിപ്പോൾ 32 സൈസിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 32 സൈസാണ് എടുത്തിരിക്കുന്നത്. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ആണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. ലൈനിങ് നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിന് ഓപ്പണിംഗ് വരുന്നത് സൈഡിൽ സിബാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഓപ്പണിംഗ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൾഡിങ് ആയിട്ടുള്ള വശമാണ് ഇപ്പം ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. ഓപ്പണിംഗ് വശം ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഫുൾ ലെങ്ത് ബാക്ക് പീസിന് നമുക്കിപ്പോൾ വേണ്ടത് 13.5 അപ്പം നമ്മൾ 14.5 ലെങ്ത് എടുത്തു. നമ്മൾ ഈ ഒരു ടോപ്പിന് ഷോൾഡർ എടുക്കുന്നത് ഫ്രണ്ടിനും ബാക്കിനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഷോൾഡർ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഇതിൽ ഡിസൈൻ ഓൾറെഡി അവർ തന്നിരിക്കുന്നതിൽ ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് വൈഡ് നമുക്ക് തന്നിരിക്കുന്നത് 8 ഇഞ്ചാണ്. 8.25 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്ക് വൈഡ് ഒരു 4.1 എന്നുള്ള രീതിയിൽ എടുത്താലാണ് ഈ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ കിട്ടുക. എന്നാൽ ബാക്ക് സൈഡിൽ അവർ തന്നിരിക്കുന്നത് നമുക്ക് നെക്ക് വൈഡ് തന്നേക്കുന്നത് 6 ഇഞ്ചാണ്. കണ്ടോ, 6 ഇഞ്ചിലാണ് തന്നിരിക്കുന്നത്. 6 ഇഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് നെക്ക് വൈഡ് വരുന്നത് 3 ഇഞ്ച്, രണ്ടായിട്ട് മടക്കുമ്പോൾ 3 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ടും ബാക്കും തമ്മിൽ നെക്ക് വൈഡിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ നല്ല പീസിൽ നെക്ക് വൈഡ് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ലൈനിങ്ങിൽ വെട്ടുമ്പോഴത്തേക്കും ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ബാക്കിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചും ഫ്രണ്ടിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കാരണം ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ ഷോൾഡർ വരണം. എന്നാലേ നമുക്ക് അത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നെക്ക് ഫ്രണ്ടിൽ 6.5 നമ്മൾ 3.5 വെച്ചിട്ടാണ് ഫ്രണ്ടിൽ എടുക്കുന്നത്. എന്നാൽ ബാക്കിൽ നമ്മൾ 3 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഷോൾഡർ നമ്മൾ ഒരുപോലെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 3.5 പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് 1/2 ഇഞ്ച് അവിടെ കൂടുതൽ പോയിട്ടുണ്ട്. ബാക്കിൽ 3 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം അവിടെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് രണ്ടും സെപ്പറേറ്റ്. അതായത് ബാക്കിൽ 1/2 ഇഞ്ച് കുറച്ചും ഫ്രണ്ടിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ടുമാണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ എന്തായാലും എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാണിക്കുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ബാക്ക് പീസിൻ്റെ ഫുൾ ലെങ്ത് എടുത്തിരിക്കുകയാണ്. ഫുൾ ലെങ്ത് ഞാനിപ്പോൾ 13.5 എടുത്തേക്കുന്നത്. 13.5 പ്ലസ് ഒരു 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത് ബാക്കിന്. ഓക്കെ, ബാക്കിന് 6 ഇഞ്ച് എടുത്തു. കൈക്കുഴി നമ്മൾ ഒരു 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്.
ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തു. എന്നിട്ട് ചെസ്റ്റ് നമുക്ക് വരുന്നത് 8.25 ഇഞ്ചാണ്. 8.5 കറക്റ്റ് നമ്മൾ മെഷർമെന്റ് വരുന്നത്. ഒരു 1/4 ഇഞ്ച് നമ്മൾ കൂട്ടിയിടുന്നുണ്ട്, കാരണം പാഡഡ് ബ്ലൗസ് ആണ്, അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് ലൂസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൊടുക്കുന്നുണ്ട്. വേസ്റ്റിന്റെ അളവ് നമുക്ക് വരുന്നത്, വേസ്റ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 12.5 ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ 13 മാർക്ക്, 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ പോകും. ഇവിടെ നമുക്ക് വേണ്ടത് 7 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടത്. സ്റ്റിച്ചിങ് അലവൻസ് 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇടുക. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. കൈക്കുഴി നമുക്ക് വരയ്ക്കാം. കൈക്കുഴി എത്ര വരുന്നതെന്ന് നോക്കുക. നമുക്ക് വേണ്ടത് 14 ഇഞ്ചാണ്. ഇത്തിരി കൂടുതലുണ്ട്. നമ്മളിത് ഷോൾഡർ സ്റ്റോപ്പ് കൂടി കൊടുക്കുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. നെക്ക് വൈഡ് നമുക്ക് വരുന്നത് 3 ഇഞ്ചാണ്. ഒരു 1/2 ഇഞ്ചിനടുത്ത് സ്ലോപ്പ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫോൾഡിങ്ങോട് കൂടിയുള്ള ഭാഗം തന്നെ വേണം, കാരണം ഫ്രണ്ട് ഓപ്പൺ അല്ല, സൈഡാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ബാക്ക് പീസ് ഇട്ട് ഇത് ചെയ്യരുത്, കാരണം ഷോൾഡറിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൈക്കുഴിയൊക്കെ വരയ്ക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് നീക്കി കൊടുത്ത് ഇങ്ങനെ വരച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാത്തവർ ശരിക്കും മെഷർമെന്റ് എടുത്തിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബാക്കിലത്തെ പീസ് വെച്ച് തന്നെ പിന്നെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഇവിടെ ഈ ഫോൾഡിങ് ഉള്ള വശം ഒരു 1/2 ഇഞ്ച് നീക്കി, നമുക്ക് 1/2 ഇഞ്ചിന്റെ ഡിഫറൻസ് ആണല്ലോ ഷോൾഡറിൽ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നീക്കി 6.5 ഇവിടെ വരത്തക്ക രീതിയിൽ ഇത് വെച്ച് കൊടുക്കുക. അതാ കണ്ടോ, അപ്പൊ ഞാൻ 6.5 ഇഞ്ചിലാണ് ഇവിടെ ഷോൾഡർ വരുന്നത്. ആ ഒരു രീതിയിൽ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയാണ് വെച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. എന്നിട്ട് കൈക്കുഴി കുഴിച്ചു വെട്ടുക. ഓക്കെ, ഇതായിരിക്കും ഇതിലൂടെ എളുപ്പം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത് വരച്ചു കഴിയുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസങ്ങളൊന്നും ഇതിൽ വരില്ല. അപ്പൊ കഴിയുന്നതും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്കിനി ഇത് ഇതേപോലെ തന്നെ വരച്ചെടുക്കാം. എക്സാക്റ്റ് ആ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. രണ്ടാമത് വരയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പം ഷോൾഡറിലും കൈക്കുഴി വരയ്ക്കുന്നതിലും ഒക്കെ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസുകൾ വരാം. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഇത് ബെറ്റർ ആയിരിക്കും. ഷേപ്പിൻ്റെ ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് ഇപ്പോൾ നമ്മുടെ നോർമൽ ബാക്ക് സൈഡ് വരച്ച ആ ഒരു കൈക്കുഴിയാണ്. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഷോൾഡർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കൈക്കുഴി നമ്മൾ കുഴിച്ച് വരയ്ക്കണം. അത് അപ്പം തന്നെ നിങ്ങൾ വരച്ചേക്കുക. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും. അപ്പം അതുകൊണ്ട് ഷോൾഡർ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി വരച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കൈക്കുഴി ഷോൾഡറും റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ 1 ഇഞ്ച് നീക്കി ഷേപ്പ് ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ പാർട്ടുകൾ മാർക്ക് ചെയ്ത് വരയ്ക്കുക. ഇതിപ്പോൾ ഞാൻ പ്രിൻസസ് കട്ട് ഒരുപാട് പ്രാവശ്യമായി കാണിക്കുന്നുണ്ട്. 3-4 ബ്ലൗസായി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പ്രിൻസസ് കട്ടിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കണതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇനി കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം നമ്മൾ ലൈനിങ് ഫുള്ളോടെ കട്ട് ചെയ്തെടുത്തു, സ്ലീവും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നല്ല പീസ് ഇതിലേക്ക് അത് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നല്ല പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോകാം. ഇപ്പം നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം ലൈനിങ് തമ്മിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ നല്ല പീസിലും നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അത് കഴുത്തൊക്കെ റെഡിയാക്കണതിന് മുന്നേ പാഡ് ഒന്ന് അടിയിൽ വെച്ചിട്ട് നോക്കുക കറക്റ്റായിട്ട്
അല്ലേ വന്നേക്കുന്നതെന്ന്. ഓക്കെ, ഇനി നമ്മൾ ആദ്യമേ തന്നെ കഴുത്ത് ഓൾറെഡി നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ലൈനിങ്ങുമായിട്ട് അടിച്ച് മറക്കുകയാണ്. നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ അടിച്ചിട്ട് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ പാട് ലൈനിങ്ങിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് ഉള്ളിൽ. അതായത് ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ പോർഷൻ നല്ല ഭാഗവും 3 പീസും തമ്മിൽ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ലൈനിങ്ങും ജോയിൻ ചെയ്തു. പാഡ് നമ്മൾ വെച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്താണ് റെഡിയാക്കിയത്. അതിന് ശേഷമാണ് ഇനി നമ്മൾ പാഡ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. പാഡ് നമ്മൾ ലൈനിങ്ങിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അത് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഈ ഒരു കേർവ്ഡ് ആയിട്ട് വന്നേക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് എടുത്തേക്കുന്ന ആ ഒരു പോയിന്റിന്റെ അവിടെ ആയിട്ടാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കേണ്ടത്. അത് വെച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു പാഡിന്റെ സെന്ററും ഇതും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് സൈഡ് ഒന്നും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണ്ട. കാരണം നമ്മൾ ഇടുമ്പോൾ കസ്റ്റമർ ഇടുമ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതായതുകൊണ്ട് നമ്മൾ സൈഡൊന്നും ഫിക്സ് ചെയ്ത് വെക്കാണ്ടിരിക്കുക. ഓക്കെ, എന്നാൽ സെൻറ്ററിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കറക്റ്റ് നന്നായിട്ട് തുന്നി തന്നെ വെക്കണം, അല്ലെങ്കിൽ അത് വിട്ടുപോകും. ഓക്കെ, ഇങ്ങനെ രണ്ട് സൈഡിലും ഈ ഒരു ബ്രസ്റ്റ് പോയിന്റ് നോക്കി വെച്ചു കൊടുക്കുക സെൻറ്ററുമായിട്ട്. ഓക്കെ, നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുത്ത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിന്റെ അവിടെ നിന്ന് ഈ തയ്യത്തുമ്പിലാണ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയേക്കുന്നത്. എന്നിട്ട് നമ്മുടെ പാഡ് എടുത്ത് ഇങ്ങോട്ട് വെച്ച് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും. ഇവിടെ നല്ല കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ പാഡ് രണ്ടും വെച്ച് കഴിഞ്ഞു. എന്നിട്ട് നല്ല പീസ് ഇട്ടിട്ട് ഇത് കറക്റ്റായിട്ടാണ് വന്നേക്കണമെന്നൊന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിൻ്റെ അവിടെ ആയിട്ട് അല്ലേ വന്നേക്കുന്നതെന്ന്. നമ്മൾ ബ്രസ്റ്റ് പോയിന്റിൻ്റെയും ടക്ക് വിടുത്തും ഒക്കെ നോക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് തന്നെ നമ്മുടെ പാഡ് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ ഈ ലൈനിങ്ങും നല്ല പീസും തമ്മിൽ എല്ലാ സൈഡും ഒന്ന് അടിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ബാക്ക് പീസ് റെഡിയാക്കിയിട്ടുണ്ട്. ബാക്ക് പീസ് റെഡിയാക്കിയതിൻ്റെ ലെങ്ത് വെച്ച് അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. ബാക്ക് നെക്കിൻ്റെ നെക്കും ഒക്കെ റെഡിയാക്കി എടുത്തു. അധികം കഴുത്ത് ഇറങ്ങണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ കസ്റ്റമറിന് അങ്ങനെ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഇറക്കിയേക്കുന്നത്. ബാക്കി ഇവിടെ ബ്ലാങ്ക് സ്പേസ് ആയിട്ട് കിടക്കുന്നത്. അതായത് നമ്മൾ ഷോൾഡറുകൾ ബാക്കും ഫ്രണ്ടും ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് വൺ സൈഡ് നമ്മളിപ്പോൾ സിബ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസ് ചെയ്യുന്നതിന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിക്കാത്തത്. താഴ്ഭാഗവും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് സിബ് വെച്ച് കൊടുത്തു, ഷേപ്പ് ചെയ്തു. ഓക്കെ, ഇനി സ്ലീവ് കൂടി ജോയിൻ ചെയ്യാനുള്ളൂ. സ്ലീവും കൂടി ജോയിൻ ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് കാണിക്കും. ഇപ്പം നമ്മൾ സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്തു. ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പാഡഡ് ബ്ലൗസാണ്. വളരെ എളുപ്പത്തിൽ
നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഇതാണ് നമ്മുടെ ലാച്ചയുടെ ഫുൾ വ്യൂ. ഇത് സ്കേർട്ട് വരും. സ്കേർട്ട് നമ്മൾ ഓൾട്ടർ ചെയ്ത് ആ കുട്ടിയുടെ ഷേപ്പിൽ ആക്കിയേക്കുന്നതാണ്. അതുപോലെ തന്നെ പാഡഡ് ബ്ലൗസ് റെഡിയാക്കി എടുത്തതാണ്.